അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, NTSന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പരിപാടിയിലാണ്, അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സ്റ്റുഡൻസിൻ്റെ ഒരാഗ്രഹമാണ് ദഅവത്ത് നടത്താൻ ഒരു പുതിയ മേഖല കണ്ടെത്തുക എന്നുള്ളത്. അതും ഒരു കൊടക്കീയിൽ എല്ലാവരും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമായിക്കൊണ്ടാണ് ഈ ചാനലിന് തുടക്കം കുറിക്കുന്നത്. അള്ളാഹു അത് ഖൈറിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രസംഗരംഗത്തും മറ്റുള്ള കലാരംഗങ്ങളിലുമൊക്കെ മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളും അവരുടെ ഇൽമുകളുമൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് ചാനലുകൾ എന്നുള്ളത്, മീഡിയ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. സർവശക്തനായ അള്ളാഹു നല്ല രീതിയിൽ ദീനീ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കുവാനും പറ്റുന്ന രീതിയിലായി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇഷ്ടംപോലെ ആളുകളാണ് ഈ ചാനലുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉദ്ഘാടന സദസ്സിൽ ആശംസകൾ അർപ്പിച്ചിരിക്കുന്നത്. വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട OK ഉസ്താദ്, സമസ്തയുടെ ഏറ്റവും വലിയ മുതിർന്ന മുഷാവറ മെമ്പറാണ് ബഹുമാനപ്പെട്ട OK ഉസ്താദ് അമ്പലക്കടവ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളടക്കം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെയും, അതുപോലെ കുറേ ആളുകൾ, ബഹുമാനപ്പെട്ട സുന്നി യുവജനതയുടെ ആവേശമായ സമദ് പൂക്കോട്ട് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തനായ വക്താവായി ഇന്ന് കേരളം കാണുന്ന ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് നാസർ ഫൈസി കൂടത്തായി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിംസാൾ ഹക്ക് ഹുദവി, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ ആക്ടിംഗ് പ്രസിഡന്റ് ഹമീദ് ഹാജി സാഹിബ്, അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി ബഷീർ സാഹിബ് വള്ളിക്കോത്ത്, അതുപോലെ കുറേ ആളുകൾ, ഇഷ്ടംപോലെ ആളുകളാണ്. മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കരീം ചാലേരി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ ആശംസകൾ അർപ്പിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി ഞാൻ കാണുകയാണ്. ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ മുഴുവനും ആശംസകളും ആശീർവാദങ്ങളും കൂടി ഇറങ്ങുന്നൊരു ചാനൽ ഒരുപക്ഷെ ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള എല്ലാവരുടെയും പ്രശംസകൾ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച NTSന്റെ പ്രിയപ്പെട്ടവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അവരുടെ പ്രസംഗങ്ങളും ആശംസകളും വളരെ സന്തോഷം പകരുന്നതാണ്. ഏതായിരുന്നാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലം, ദഅവത്തിന്റെ കാലം, പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാവണം. വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഉദൂ ഇലാ റബ്ബിക ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ പുതിയ പുതിയ ഹിക്മത്തുകൾ വേണം. ആ ഒരു ഹിക്മത്തിൻ്റെ വഴിയായി ഞാൻ ഈ ചാനൽ കാണുകയാണ്, മീഡിയകളെ കാണുകയാണ്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങൾ ആഗ്രഹം വെച്ചതുപോലെ തന്നെ, എല്ലാവരും താല്പര്യപ്പെട്ടതുപോലെ തന്നെ ദീനീ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ഒരു ചാലക ശക്തിയായി ഈ ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ ചാനലും മുന്നോട്ട് പോകണം. അത് അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സന്ദേശങ്ങളും അത് പല രീതിയിലുള്ള കഴിവുള്ള കുട്ടികളുണ്ടാകും. പ്രസംഗരംഗത്ത് കഴിവുള്ളവരും പാട്ടുരംഗത്ത് കഴിവുള്ളവരും മറ്റുള്ള രീതിയിലുള്ള പല രീതിയിലും കഴിവുള്ള കുട്ടികളുണ്ടാകും. അവരുടെ കഴിവുകളൊക്കെയും ഒരേ കുടക്കീയിലാവണമെന്നുള്ള താല്പര്യത്തിലാണ് ഇങ്ങനെ ഒരു ചാനൽ NTSന്റെ കീഴിൽ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരും ഇതുമായി സഹകരിച്ചുകൊണ്ടും ഈ കുട്ടികളുടെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെയും ഒക്കെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അവിടെ കലാവിഷയങ്ങളുമൊക്കെ മനസ്സിലാക്കാനും കാണാനുമൊക്കെ താല്പര്യം കാണിക്കുകയും വിജ്ഞാനപ്രദമായ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശ്രവിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഈ വിനീതൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിൻ്റെ ഈ ചാനലിന് ഈ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതൊരു നല്ല സംരംഭമായിട്ടെന്ന് ആശംസിക്കുന്നു. സർവശക്തനായ അള്ളാഹു തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.